ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ടോപ്പിക്കൊന്നും അല്ല കേട്ടോ. ഇന്നൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ഒന്ന് തീർക്കുവാണ്. കുറേ പേര് ഞാനിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും HSAയുടെയോ ഒക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ചാനലിൽ ചെയ്തായിരുന്നു. മെസ്സേജ് വന്നു എന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്തിരുന്നു. അപ്പോൾ പലർക്കും സംശയമാണ് ഈ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും അതിൻ്റെ കട്ട് ഓഫും ഒക്കെ ആയിട്ട്. നമ്മൾ ഈ കട്ട് ഓഫ് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുമല്ലോ, അതിൽ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർ, അതായത് EWSനൊന്നും അർഹനല്ലാത്ത ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഏറ്റവും മാർക്ക് കുറഞ്ഞ ആർക്കാണോ മെസ്സേജ് വരുന്നത് അയാളുടെ മാർക്കായിരിക്കും നമ്മൾ ഏറെക്കുറെ കട്ട് ഓഫ് ആയിട്ട് അനുമാനിക്കുന്നത് കേട്ടോ. ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുൻപ് കട്ട് ഓഫ് കണ്ടുപിടിക്കാനുള്ളൊരു വഴിയാണ്. ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമുക്കൊരു ക്ലിയർ ഇമേജ് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ ആ ജനറൽ കാറ്റഗറിയിൽ മെസ്സേജ് വന്ന അവസാന മാർക്കുകാരൻ ആരാണോ അയാളുടെ മാർക്കാണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. ഏറെക്കുറെ 99% ആ മാർക്ക് തന്നെയായിരിക്കും കട്ട് ഓഫ്. ഇനി അതിൽ താഴെ മാർക്ക് വാങ്ങുന്നവർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരായിരിക്കും. അപ്പോൾ പലരും ചോദിച്ചത് ഈ നമ്മുടെ മെയിൻ ലിസ്റ്റിനും സപ്ലിമെൻ്ററി ലിസ്റ്റിനും 2 കട്ട് ഓഫ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, PSC ഒരു എക്സാം നടത്തുമ്പോൾ അതിനൊരു കട്ട് ഓഫേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് 62.33 ആണെന്ന് കരുതുക. ഈ 62.33 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയവരാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ബാക്കി 62 മാർക്കും അതിന് താഴെ മാർക്ക് വാങ്ങുന്ന കുറച്ച് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടും. അപ്പോൾ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് PSC ആണ്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നോക്കും. അപ്പോൾ ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർ മെയിൻ ലിസ്റ്റിൽ കുറവാണെങ്കിൽ അവരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആക്കും. മെയിൻ ലിസ്റ്റിൽ ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ കൂടുതലാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എന്ത് ചെയ്യും, അവരെ കുറച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റുകാരുടെ ജോലി സാധ്യത എന്ന് പറയുന്നത് നമ്മൾ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചാണല്ലോ PSCയിൽ നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് വരുമ്പോൾ ഈ റിസർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ OBC വരുന്നുണ്ട്, അതുപോലെ മുസ്ലിം, ഈഴവ, ബില്ല, തീയ, പിന്നെ അതുപോലെ തന്നെ EWS വരുന്നവരുണ്ട്, SC/ST കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരുണ്ട്, LC കാറ്റഗറി, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരം കാറ്റഗറീസാണ് നമ്മൾ റിസർവേഷൻ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവർക്ക് EWSോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ലായിരിക്കും. അവർ ജനറൽ രീതിയിലായിരിക്കും അവരെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് നമുക്ക് ഓരോരോ ടേണുകളാണ്. ആദ്യം ഒരു ഓപ്പൺ കാറ്റഗറിയിലുള്ള ആളെയാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറി. ആ ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും മാർക്ക് കൂടിയ ആളെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ നിയമിക്കുന്നത്. എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ ഓപ്പൺ കാറ്റഗറി എന്ന് പറയുമ്പോൾ ജനറലുകാർ മാത്രമേ കയറി പോവുള്ളൂ എന്ന്. അല്ല, ജനറലുകാർ കയറാൻ ചാൻസ് ഉള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ മാത്രമാണ്. പക്ഷേ ഈ ജനറലുകാരും റിസർവേഷൻകാരും എല്ലാവർക്കും ഓപ്പൺ കാറ്റഗറിയിൽ കയറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ജനറലുകാർ കയറിപ്പോകുന്നത് ഓപ്പണിൽ മാത്രമായിരിക്കും. പക്ഷേ ഈ ഓപ്പണറിൽ ഇവർ മാത്രമല്ല കയറുന്നത്. റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് ആർക്കാണോ മാർക്ക് കൂടുതൽ അയാൾ കയറും. ഇപ്പോൾ ഒരു ലിസ്റ്റിൽ ആദ്യത്തെ ഒരു റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന ആൾ, നമുക്ക് ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ആൾ ഒരു മുസ്ലിം ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയായിരിക്കും ആദ്യം ഓപ്പൺ കാറ്റഗറിയിൽ കയറിപ്പോകുന്നത് കേട്ടോ. ഓപ്പൺ കാറ്റഗറിയിൽ കയറുന്നത് അയാളായിരിക്കും. അപ്പോൾ ഈ റിസർവേഷൻകാർ റിസർവേഷൻ ടേണിൽ മാത്രമേ കയറൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവർ ഓപ്പൺ കാറ്റഗറിയിലും കയറിപ്പോവാം. അപ്പോൾ ആദ്യമുള്ള റിസർവേഷൻ കാറ്റഗറിക്കാരാണ് ഈ ഓപ്പൺ കാറ്റഗറിയിൽ കയറാനായിട്ട് ചാൻസ് കൂടുതൽ. പിന്നെ ഒരു 100 റാങ്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും റിസർവേഷൻ ടേണിൽ കയറാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. ഓപ്പണിൽ കയറുന്നതിനേക്കാളും ഈ റിസർവേഷൻകാർ റിസർവേഷൻ ടേണിൽ കയറാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ PSCക്ക് ജനറൽ കട്ട് ഓഫ് എന്നോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി കട്ട് ഓഫ്, മെയിൻ ലിസ്റ്റ് കട്ട് ഓഫ് എന്നോ സപ്ലിമെൻ്ററി കട്ട് ഓഫ് എന്നോ ഇല്ല. ഇപ്പോൾ സപ്ലിമെൻ്ററിയിൽ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 62.33 മാർക്ക് വാങ്ങിയ ആൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ 62 മാർക്ക് വാങ്ങിയ ആൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ചിലപ്പോൾ 62 മാർക്ക് വാങ്ങിയ ഒരു 25 പേരുണ്ടായിരിക്കാം. അപ്പോൾ ഒരു PSC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 25 പേരെ ഉൾപ്പെടുത്തിയാൽ മതി എന്ന് തീരുമാനിച്ചാൽ ആ 25 പേരായിരിക്കും വരുന്നത്. അപ്പോൾ 0.33 മാത്രം മാർക്ക് താഴെയുള്ള 25 പേരായിരിക്കും വരുന്നത്. അതല്ല, PSC നോക്കുവാണ്, ഞങ്ങൾക്കൊരു 50 പേരെ ഇടണം. 50 പേരെ ഇടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 പേർക്ക് 62 നമ്മുടെ 61 മാർക്ക് കാണും. ചിലപ്പോൾ അതിന് താഴെ അടുത്ത മാർക്ക് വരുന്ന ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്ക് 57 മാർക്കേ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ 57 മാർക്ക് ഉൾപ്പെട്ട ആളും വരും. ഇപ്പോൾ PSC എത്ര പേരെയാണോ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുന്നത് അത്രയും മാർക്കുള്ള ആളുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പല കാറ്റഗറികൾക്കും
നമ്മൾ ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കേണ്ടത് മെയിൻ ലിസ്റ്റിൽ നമ്മളിപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉൾപ്പെട്ടതെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ എത്ര പേര് ഇൻക്ലൂഡ് ഉണ്ട് എന്ന് നമ്മൾ നോക്കുക. ഒരു 3-4 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകാരാണെങ്കിൽ നമുക്ക് നിയമന സാധ്യതയുണ്ട്. അതല്ല മെയിൻ ലിസ്റ്റിൽ തന്നെ ഒരു 10-20 പേരൊക്കെ ഉണ്ടെങ്കിൽ നിയമനം നടക്കാത്തൊരു ലിസ്റ്റാണ്, വേക്കൻസി ഇല്ലാത്തൊരു ലിസ്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി സാധ്യത കുറവായിരിക്കും. അങ്ങനെയുള്ളവർ മറ്റുള്ള എക്സാംസിന് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും നമുക്ക് ജോലി കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും തമ്മിലുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെപ്പറേറ്റ് കട്ട് ഓഫ് ഒന്നുമില്ല, PSCക്ക് കട്ട് ഓഫ് ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ താഴെ മാർക്ക് വാങ്ങുന്ന ആളുകളെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അവർ എത്ര പേരെയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 25 പേരാണെങ്കിൽ 25ാമത്തെ വ്യക്തിയുടെ മാർക്ക് 55 ആണ് എങ്കിൽ അയാളും ഇൻക്ലൂഡ് ആവും. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവാൻ ഒരു കട്ട് ഓഫ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫിനെക്കാളും ഒരു 3-4 മാർക്കൊക്കെ കുറവ് വരുന്നവരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുന്നത് കേട്ടോ. പല കാറ്റഗറി നമ്മുടെ SC ST ഒക്കെ വരുമ്പോൾ അത് വീണ്ടും മാറും. വളരെ കുറവ് മാർക്കുള്ളവരും ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്, കാരണം അതിനിടയ്ക്ക് മാർക്കുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മെയിൻ ലിസ്റ്റിൽ നമുക്ക് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചാണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ മുൻപത്തെ ലിസ്റ്റ് എവിടെ അവസാനിക്കുന്നുവോ, ഏത് ടേണിൽ അവസാനിക്കുന്നുവോ അതിന് തൊട്ട് താഴെ ആയിരിക്കും നമ്മുടെ അടുത്തത് തുടങ്ങുന്നത്, നമ്മുടെ പുതിയ ലിസ്റ്റ് തുടങ്ങുന്നത്. അല്ലാതെ എല്ലാ ലിസ്റ്റും ഒന്നിൽ നിന്ന് തന്നെ അല്ല തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ ലിസ്റ്റ് കറങ്ങി ഒരു 50ൽ വന്നാണ് നിന്നതെങ്കിൽ അടുത്ത അപ്പോയിൻമെൻറ്റ് പോകുന്നത് 51ാമത്തെ ടേൺ അനുസരിച്ചാണ്. ചിലപ്പോൾ 51ാമത്, ഞാനിപ്പോൾ റൊട്ടേഷൻ ചാർട്ട് കാണിക്കുന്നില്ല, 51ാമത്തെ ടേൺ എന്ന് പറയുന്നത് ഒരു EWS കാറ്റഗറിക്കാണെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിലവിൽ EWSൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആൾ ആദ്യം കയറും. അപ്പോൾ 1ാം റാങ്ക് കിട്ടിയ ആൾ തന്നെ ആദ്യം ജോലിക്ക് കയറണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചാണ്. ചിലപ്പോൾ ഒരു റൊട്ടേഷൻ ചാർട്ട് വന്ന് നിൽക്കുന്നത് നമ്മുടെ LCയിലാണെന്നുണ്ടെങ്കിൽ LC കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആൾ ആദ്യം കയറും. ചിലപ്പോൾ LCയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആളുടെ മെയിൻ ലിസ്റ്റിലെ റാങ്ക് 300 ആയിരിക്കാം, അയാളായിരിക്കാം ആദ്യം കയറുന്നത്. അപ്പോഴും 1ാം റാങ്കുകാരൻ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ എങ്ങനെയാണ് PSCയുടെ റൊട്ടേഷൻ ചാർട്ടും മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഒക്കെ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഒരുപാട് കമൻസിന് ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഒരു വോയിസ് ആയിട്ട് തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ താങ്ക്